തുടർന്ന് നമുക്ക് വചനം കേൾക്കാൻ പോകാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനം നാം കേൾക്കാൻ പോകുകയാണ്. ഞാൻ ഏറെ സ്നേഹിക്കുന്ന ബഹുമാനീയ കർത്താവ് ദാസൻ മുന്നമേ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? ആരാ പ്രാർത്ഥിച്ചത് നമുക്ക് വേണ്ടി? ആദ്യം ഈ ഉപവാസ പ്രാർത്ഥന ആദ്യം പ്രാർത്ഥിച്ച് തുടങ്ങിയ ആൾ ആരാണ്? പറഞ്ഞാട്ടെ. നാളെ ഞാൻ ചോദിക്കും, എന്നാലും പറഞ്ഞാട്ടെ. ഞാനിത് കഴിഞ്ഞിട്ട് നേരെ ചെന്ന് മൊബൈലിൽ നോക്കും, ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ നോക്കും. ആരാ ആദ്യം പ്രാർത്ഥിച്ചത്? പാസ്റ്ററുടെ പേരെന്താ? പാസ്റ്റർ റോയ് പള്ളിപ്പാട് അവர்கள். അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഇന്ത്യൻ എയർഫോഴ്സിൽ വിംഗ് കമാൻഡറായിട്ട് വർക്ക് ചെയ്ത, ഇപ്പോൾ റിട്ടയർഡ് ആയിരിക്കുന്ന ബഹുമാന്യ കർത്തൃദാസൻ റെജി കെ ജോർജ് അവർക്കായി ദൈവത്തിന് സ്തോത്രം. ഞാൻ ഏറെ സ്നേഹിക്കുന്ന കർത്തൃദാസൻ. അദ്ദേഹം ഇന്ത്യൻ എയർഫോഴ്സിൽ റിട്ടയർഡ് ആയെങ്കിലും ഇപ്പോൾ ഒരിക്കലും റിട്ടയർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ജോലി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക. കർത്തൃദാസന്മാർക്ക് ഒരിക്കലും ആരാ? എൻ്റെ ഗുരുനാഥൻ ഖാനമച്ചനോട് ഒരിക്കൽ ഒരു ദൈവദാസൻ ചോദിച്ചു, പാഷേ ഇത്രയും പ്രായമല്ലേ, ഇനി അങ്ങ് വിശ്രമിച്ചൂടെ, ഇനി ശുശ്രൂഷയൊക്കെ നടക്കണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ദൈവദാസന്മാരെ ഞങ്ങൾക്ക് എന്തില്ല? റിട്ടയർമെൻ്റ് ഇല്ല. അവസാനം വരെയും ദൈവനാമത്തെ ഉയർത്തിക്കൊണ്ടേയിരിക്കും. പ്രൈസല്ലോ. ജോൺ നോക്സ് പോലെയുള്ള കർത്തൃദാസന്മാർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ മണിക്കൂറുകളോളം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ജോൺ നോക്സ് പോലുള്ള അഭിഷക്തന്മാർ, തൻ്റെ ഭാര്യ, തൻ്റെ വീട്ടുകാർ, എന്താ ഇതൊരു ചലനമായിരിക്കാത്ത, ഞങ്ങളുടെ കണ്ണിന് ഹാങ്ങിങ് ആയതാണോ അതോ പ്രാർത്ഥിക്കുന്ന അച്ചായന ഹാങ്ങിങ് ആയതോ എന്ന് പറഞ്ഞ് നേരെ ചെന്ന് തട്ടി നോക്കിയപ്പോഴാണ് അറിഞ്ഞത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പുള്ളി മരിച്ചു. ദൈവത്തിന് സ്തോത്രം. ആണ് ഒരു ഭക്തനെ സംബന്ധിച്ചോളം, ഒരു പ്രാർത്ഥനാ വീരനെ സംബന്ധിച്ചോളം, ഒരു വിശ്വാസ വീരനെ സംബന്ധിച്ചോളം അവന് ജീവിതത്തിൽ റിട്ടയർമെന്റ് ഇല്ല. അങ്ങനെ റിട്ടയർമെന്റ് ഉണ്ടെങ്കിൽ എവിടെ റിട്ടയർമെന്റ്? നിത്യയുഗത്തിൽ ചെന്ന് നിത്യ രാജാവിനെ ആരാധിക്കുന്ന കാലം. ആമേൻ. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. നമുക്ക് തുടർന്ന് വചനം കേൾക്കാം. ബഹുമാനിയ കർത്തൃദാസനെ, എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പാസ്റ്റർ റെജി ജോർജ് അവരുടെ മുന്നോട്ട് ക്ഷണിക്കുന്നു. കർത്താവായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാൻ പ്രത്യേകം എല്ലാ ലൈവിൽ പറയും, വചനം കേൾക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, കാലിൻ്റെ മേൽ കാലിട്ടിരിക്കുക. ആമേൻ സ്തോത്രം. പിന്നെ അലക്ഷ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുക. ദൈവത്തിന് സ്തോത്രം. ഷർട്ട് ഇടാതെ വന്ന് ആമേൻ സ്തോത്രം ഇരുന്ന് അങ്ങ് വചനം കേൾക്കുക. ആമേൻ ദൈവത്തിന് അങ്ങനെയൊന്നും പാടില്ല. വചനം എന്താണ്? പറഞ്ഞാട്ടെ, എല്ലാവരും പറഞ്ഞാട്ടെ. എന്താണ്? ദൈവവചനം. ദൈവവചനം കേൾക്കുമ്പോൾ അതിന് ശമൂവേൽ പറയുന്ന അടിയനിതാ അടിയനോട് പറഞ്ഞാട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒരു ബുക്ക്, ഒരു പേന, ഒരു ഡയറി, ബൈബിൾ ഇതെല്ലാം എടുത്തു വെച്ചുകൊണ്ട് വേണം തിരുവചനം കേൾക്കാൻ. കർത്താവിൻ ദാസനിലൂടെ അനുഗ്രഹിക്കപ്പെട്ട വചനം കേൾക്കാൻ പോവുക. കർത്താവിൻ ദാസൻ അതിനായി ക്ഷണിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ത്യൻ എയർഫോഴ്സിലെ വിംഗ് കമാൻഡർ എന്നൊക്കെ കേട്ടപ്പോൾ നിങ്ങളൊരു ഗോലിയാത്തിനെയാണ് പ്രതീക്ഷിച്ചതെന്ന് എനിക്കറിയാം. ദൈവത്തിന് തെറ്റിയതല്ല. എൻ്റെ സാക്ഷ്യം തുടങ്ങണമോ വചനം പറയണമോ എന്നൊരു ചിന്തയിലാണ്. ഇങ്ങനെയൊരു അവസരമൊരുക്കിയ ദൈവത്തിന് കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ വളരെ സ്നേഹിക്കുന്ന, ഇന്നലെയാണ് ഞാൻ രഞ്ജിത്ത് പാസ്റ്ററിൻ്റെ ഒരു യൂട്യൂബിലെ മെസ്സേജ് കേൾക്കുവാൻ ഇടയായത്. എനിക്ക് വളരെ ടച്ചിങ് ആയിരുന്നു. ബാലാജി പാസ്റ്ററിനോടുള്ള സ്നേഹാദരവുകളെ അറിയിക്കുന്നു. മോൻസി പാസ്റ്ററിനോട് ചേർന്ന് അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എനിക്കറിയാം നിങ്ങൾ റെജി ശാസ്താംകോട്ട പാസ്റ്റർ, കെ രഞ്ജിത്ത് പാസ്റ്റർ കോട്ടയം, ഇവരുടെയൊക്കെ അനുഗ്രഹീത മെസ്സേജ് കേൾക്കാനാണ് ഇങ്ങനെ കാത്തിരിക്കുന്നതെന്നറിയാം. പ്രൈസ് ദി ലോർഡ്. വളരെ പ്രാർത്ഥനയോടെ നിങ്ങളായിരിക്കുന്നിടത്ത് ദൈവസാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഇടയാകട്ടെ. ഇവിടെ നിൽക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. ദാവീദ് യാതൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല അവൻ ദൈവത്തെ ആരാധിച്ചത്. സാഹചര്യം നോക്കിയില്ല, കാടാണെന്ന് നോക്കിയില്ല, നാടാണെന്ന് നോക്കിയില്ല. കിട്ടുന്ന അവസരമെല്ലാം ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവനറിയാതെ ഒരഭിഷേകത്തിൻ്റെ തൈലം നിറച്ച ഒരു കൊമ്പ് അവൻ്റെ നേരെ വരികയാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആരാധിക്കുന്ന നമ്മൾ കെ രഞ്ജിത്ത് പാസ്റ്ററിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഭവനത്തിലിരുന്നാൽ മതി, നിയോഗം നമ്മളെ തേടിയെത്തും. ദേവദാസനെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് സ്തോത്രം. അതിലുപരിയായി എൻ്റെ സഹോദരൻ
പാസ്റ്റർ റോയ് കെ ജോർജ് ഇവിടെയുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ ആയിരിക്കുന്നു. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഈ മെസ്സേജ് എടുക്കേണ്ടത് ദൈവദാസനാണ്. എന്നാലും ഞങ്ങൾ ഒരുമിച്ച് ആത്മാവിൻ്റെ ഐക്യതയിൽ ശുശ്രൂഷിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ഓർത്തും ഞാൻ സ്തോത്രം ചെയ്യുന്നു. സജി ബ്രദർ, പള്ളിപ്പാട് ചർച്ച് ഓഫ് ഗോഡ്, എൻ്റെ എയർഫോഴ്സ് വിശ്വാസികൾ എല്ലാവരെയും ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രവർത്തന മേഖല കണ്ടമൽ ഒറീസയിലാണ്. നിർഭാഗ്യവശാൽ മലയാളം മനസ്സിലാകാത്തത് കൊണ്ട് അവരാരും കാണുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്ത ഒരവസരം കൂടെ ഈ ദൈവദാസന്മാരുടെ സമയം കഴിഞ്ഞിട്ടോ എപ്പോഴോ മിഷൻ, നമ്മുടെ നോർത്ത് ഇന്ത്യൻ മിഷനെക്കുറിച്ചൊരു സമയം കിട്ടുമ്പോൾ അതിനെക്കുറിച്ച് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവദാസൻ ദൈവം വെളിപ്പെടുത്തിയ ആ ലൂക്കോസിൻ്റെ സുവിശേഷം 22:42 വാക്യം, ദൈവഹിതം, ദൈവ ഇഷ്ടം, അതായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ. എനിക്ക് വളരെ അനുഗ്രഹമായി തോന്നി. പ്രൈസ് ദി ലോർഡ്. ആ ദൈവഹിതത്തിൻ്റെ മുൻപിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവം നമ്മളെ എങ്ങനെ കൊണ്ടുപോകും? ഫിലിപ്പോസിനോട് ചോദിച്ചാൽ മതി. ദ ഹോളി സ്പിരിറ്റ് വാസ് ക്യാരീഡ് ഹിം എവേ. ദൈവഹിതത്തിൻ്റെ നടുക്കായിരിക്കുക. ഞങ്ങൾ എയർഫോഴ്സിൽ ഈ തോക്കൊക്കെ വെടിവെക്കുന്നതിന് മുമ്പ് അങ്ങനെ ചെന്ന് ഉടനെ ഉണ്ടയെടുത്തങ്ങ് വെടിവെക്കുകയല്ല ചെയ്യുന്നത്. സീറോയിങ് എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്. ആ ടാർഗറ്റൊക്കെ എടുത്ത് സെൻറ്ററിലോട്ട് അലൈൻ ചെയ്ത് ആ സീറോയിങ് കറക്റ്റാണെങ്കിൽ നമ്മുടെ ഫയറിങ് കറക്റ്റായിരിക്കും. എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട്? അപ്പോൾ എന്നെ ശ്രവിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, മാതാപിതാക്കളെ, അനുജന്മാരെ, പ്രൈസ് ദി ലോർഡ്. ദൈവഹിതം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ സീറോയിങ് ആണ്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു ടാർഗറ്റ് എന്നെ ശ്രവിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ, എല്ലാവരുടെയും മുമ്പിൽ ദൈവം നമ്മളെ ഈ ഭൂമിയിലോട്ട് അയച്ചതിനൊരു ദൈവഹിതമുണ്ട്, ഒരു ദൈവ ഇഷ്ടമുണ്ട്. ചിലപ്പോൾ ശോധനയായിരിക്കാം, കഷ്ടതയായിരിക്കാം, സമൃദ്ധിയായിരിക്കാം, ഏതാണെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ആ സീറോയിങ്ങിനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവാത്മാവ് ബലപ്പെടുത്തട്ടെ, ശക്തിപ്പെടുത്തട്ടെ. ദൈവ ഇഷ്ടം എന്താണ്? തെസ്സലോനിക്കർക്ക് പൗലോസ് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ക്രൈസ്തവരായിക്കൊള്ളട്ടെ, അക്രൈസ്തവരായിക്കൊള്ളട്ടെ, ആരും ഞങ്ങളെ ശ്രവിക്കുന്നുവോ നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ഹിതം ഞാൻ ദൂതായിട്ട് പറയാം. ശുദ്ധീകരണം. ദൈവത്തെ പോലെയാകണം. ദൈവത്തിൻ്റെ തേജസ്സിലും ദൈവത്തിൻ്റെ ഈ രൂപത്തിലും സൃഷ്ടിച്ച നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. ആ ദൈവത്തിൻ്റെ ശുദ്ധീകരണം കുറച്ചും കൂടെയൊക്കെ വിപുലമായി പറഞ്ഞിരിക്കുന്ന ഒരു അധ്യായമാണ് അപ്പോസ്തല പ്രവൃത്തികൾ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ, 10-ാം അധ്യായം 15-ാം വാക്യം. ഏറെ സുപരിചിതമായ പത്രോസ് ദൈവവുമായിട്ടുള്ളൊരു സംഭാഷണം, പ്രാർത്ഥനയിൽ താൻ ദൈവത്തോട് സംസാരിക്കുന്ന ഒരവസ്ഥ 10-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ രത്നചുരുക്കമായി പറയട്ടെ, ദൈവം ഒരു ദർശനം കൊടുത്തിട്ട്, സമയമുണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് കടക്കാം. ദൈവം ഒരു ദർശനം കൊടുത്തിട്ട് പത്രോസിനോട് പറഞ്ഞു, ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത്. വളരെ ദൂതായിട്ട് ഞാൻ പറയുകയാണ്, ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത്. നമ്മുടെ കാഴ്ചപ്പാട് മാറ്റിയെടുക്കണം. മാനുഷികമായ രീതിയിൽ ഇത് ശരിയല്ല, ഇത് ശുദ്ധമല്ല എന്നൊക്കെ വിചാരിച്ചാൽ ഇന്ന് അരമണിക്കൂർ ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവർ മനസ്സിലാക്കണം, നമ്മൾ വിചാരിക്കുന്നതല്ല ദൈവത്തിൻ്റെ ശുദ്ധീകരണത്തിൻ്റെ മാനദണ്ഡം. ദൈവം ശുദ്ധീകരിച്ചതിനെ മനുഷ്യൻ മലിനം എന്ന് വിചാരിക്കരുത്. എന്നെ സ്നേഹിക്കുന്ന ഭാരതവാസികളെ, നിങ്ങളോടായി ഞാൻ പറയാം, ഇതിന് 1-2 അധ്യായങ്ങൾ മുൻപ് നമ്മൾ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് 8 അധ്യായം, 9-ാം അധ്യായം, 10-ാം അധ്യായം, 9-ാം അധ്യായത്തിലൊക്കെ ക്രിസ്തു സഭയ്ക്ക്, ക്രിസ്ത്യാനികൾക്ക്, ക്രിസ്തു മാർഗത്തിൽ സഞ്ചരിക്കുന്നവരെ ഒടുക്കിക്കളയണമെന്ന് പറഞ്ഞ് അന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് കച്ചകെട്ടി ഇറങ്ങിയ ഒരു മാന്യ അദ്ദേഹത്തിൻ്റെ പേരാണ് ശൗൽ. നിങ്ങൾക്കറിയാം, ക്രിസ്ത്യാനികളുടെ സത്യാവസ്ഥ മനസ്സിലാക്കാത്ത യഹൂദനായ ശൗൽ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുവാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി, വിശുദ്ധ തിരുവെഴുത്തുകളിൽ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായമാണ് ഞാനിവിടെ പറയുന്നത്. ആ കാലയളവിൽ ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി അതിനോട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോയൊരു വ്യക്തിയായിരുന്നു സ്റ്റേഫാനോസ്. അദ്ദേഹത്തെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ അന്നത്തെ മതസംഘടനയായ സെന്നിദ്രീം സംഘത്തിൻ്റെ മുൻപന്തിയിൽ നിന്ന വലിയ പ്രായമില്ലാത്ത ശൗൽ സമ്മതം കൊടുത്തു.
അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം മതഭ്രാന്ത്, യഹൂദ മതത്തിൻ്റെ ഭ്രാന്ത് തൻ്റെ തലയ്ക്കുള്ളിൽ പിടിച്ചു എന്നുള്ളത്. അതുകൊണ്ട് ഒതുങ്ങിയില്ല. ദമസ്കോസിലേക്ക് കടന്നു ചെന്ന് 100-150 കിലോമീറ്റർ 2018 ഇസ്രായേൽ പോയത് കൊണ്ട് ഏകദേശം കുറച്ചൊക്കെ ആ ഭൂഘടനയൊന്ന് കാണുവാൻ മനസ്സിലായി. അവിടെ 100-150 കിലോമീറ്ററുകൾ കടന്നുപോയി. അവിടെ ഇങ്ങനെയുള്ള മാർഗക്കാരെ കൊണ്ടുവരാം എന്ന് വിചാരിച്ച് താൻ കച്ചകെട്ടി ഇറങ്ങി മുന്നോട്ട് പോകുമ്പോൾ യേശു ക്രിസ്തുവുമായിട്ട് ഒരു ഇൻ്റർവെൻഷൻ, ഒരു എൻകൗണ്ടർ നടക്കുകയാണ്. അവിടെ വെച്ച് തൻ്റെ മാനസാന്തരം നടക്കുന്നു. ക്രിസ്തു സഭയെ ഒതുക്കി തീർക്കുവാനായി ഇറങ്ങിത്തിരിച്ച ശൗൽ ഇതാ അന്നു മുതൽ യേശു കർത്താവിനെ കണ്ടു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ക്രിസ്ത്യാനിത്വത്തിൻ്റെ ഈടുറ്റ വക്താവായി താൻ മാറുകയാണ് ചെയ്യുന്നത്. എന്നെ ശ്രവിക്കുന്ന മാന്യ ശ്രോതാവേ, നിങ്ങളുടെ സ്ഥിരാകേന്ദ്രത്തിൽ എന്തുകൂടി കടന്നുപോയാലും ഒന്ന് മനസ്സിലാക്കണം, ദൈവഹിതം. ആ അധ്യായം വായിക്കുമ്പോൾ, അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം 31-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ, അന്നുണ്ടായിരുന്ന റോമൻ പ്രവിശ്യയായ പാലസ്റ്റീൻ പ്രദേശത്തെ സ്ഥലങ്ങളായ യഹൂദ്യ, ഗലീല, ശമരിയ എന്നുള്ള സ്ഥലങ്ങളിലെല്ലാം ക്രിസ്ത്യാനികൾക്ക് സമാധാനമുണ്ടായി. ക്രിസ്തു സഭയെ ഒതുക്കി തീർക്കുവാനായി ഇറങ്ങിത്തിരിച്ച, കച്ചകെട്ടിത്തിരിച്ച യഹൂദ മതഭ്രാന്തനായ ശൗൽ യേശുവുമായിട്ട് ഒരു എൻകൗണ്ടർ നടന്നു കഴിഞ്ഞപ്പോൾ ദൈവഹിതം മനസ്സിലാക്കി. അതാണ് ഇന്നത്തെ വിഷയം. ദൈവഹിതം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ക്രിസ്ത്യാനികൾക്ക് അവിടെ സമാധാനമുണ്ടാകുവാനിടയായി തീർന്നു. ക്രിസ്തുവിനെ മാത്രമല്ല, ക്രിസ്തു മാർഗത്തെയും അദ്ദേഹം തിരിച്ചറിഞ്ഞു. എന്താണ് അതുകൊണ്ടുള്ള പ്രയോജനം? വിശ്വാസികളും കേൾക്കുന്നല്ലോ, അവർക്കായി മാത്രം ഒന്ന് അക്കമിട്ട് പറയട്ടെ, സഭ ആത്മീയ വർധന പ്രാപിച്ചു. നമ്മുടെ ദേശത്ത് ഈ പ്രസ്ഥാനത്തിന് എതിരായി നിൽക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, അവരെയൊക്കെ ദൈവം ശക്തമായി ഉപയോഗിക്കും. എത്രയോ സാക്ഷ്യം നമ്മൾ കേട്ടിരിക്കുന്നു. അതുകൊണ്ടല്ലേ ഒരു യോഗ്യതയും ഇല്ലാത്ത, ഹല്ലേലൂയ, എന്നെ പോലെയുള്ളവരും യോഗ്യതയുള്ള ദൈവദാസന്മാരും ഒക്കെ ഞങ്ങൾക്ക് പറയുവാനുള്ളതേ ഉള്ളൂ, ദൈവഹിതം നമ്മൾ മനസ്സിലാക്കണം. ആത്മീക വർധന പ്രാപിച്ചു സഭ, ഭക്തി വർദ്ധിക്കുവാനിടയായി തീർന്നു. ദൈവാത്മാവിൻ്റെ പ്രബോധനത്തിൽ, ദൈവാത്മാവിൻ്റെ നടത്തിപ്പിലേക്ക് സഭ കടന്നു വന്നു. എന്നെ കേൾക്കുന്ന പെന്തിക്കോസ് വിശ്വാസികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വാക്യം നമുക്കും കൂടി ഉള്ളതാ, നിങ്ങൾക്കും കൂടി ഉള്ളതാ. സഭ അഭിവൃദ്ധി പ്രാപിക്കുമ്പോൾ ദൈവാത്മാവിൻ്റെ പ്രബോധനത്തിലേക്ക് ദൈവസഭ മടങ്ങി വരും. അത് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അടുത്ത സംഭവം, സഭ പെരുകിക്കൊണ്ടിരുന്നു. ഇത് നമുക്ക് അത്ര ഇഷ്ടമുള്ള സംഭവം അല്ലെങ്കിലും എന്നെ സ്നേഹിക്കുന്ന അക്രൈസ്തവരായുള്ള സ്നേഹിതന്മാരെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, ഒരു ദൈവഹിതത്തിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുമ്പോൾ അവിടെ അവർ ഈ ദൈവഹിതം മനസ്സിലാക്കി അനേകർ കൂടി വരുന്നു. അല്ലാതെ ശൗൽ ഒരു മത സൃഷ്ടിക്ക് വേണ്ടി നടന്നതല്ല. പെരുകിക്കൊണ്ടിരിക്കും. ഇത് കാരണം ഞങ്ങളുടെ ശക്തിയോ ഞങ്ങളുടെ ബുദ്ധിയോ ഞങ്ങളുടെ കഴിവോ അല്ല. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തിയുണ്ട്. 2001-ലെയും 2011-ലെയും ജനസംഖ്യ നോക്കിയിട്ട് ആധികാരികമായി ഞാൻ പറയുന്നു, ക്രിസ്ത്യാനികളുടെ എണ്ണം 2.3% നിന്ന് കൂടിയിട്ടില്ല. ഭയപ്പെടണ്ട, നിങ്ങളാരും ഭയപ്പെടണ്ട. ഞങ്ങളുടെ പ്ലാനും പദ്ധതി അതല്ലെന്നേ. ദൈവഹിതം മനസ്സിലാക്കുക. ഭാരതത്തിലും ഞങ്ങളുടെ ഗ്രാമങ്ങളിലും ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും ആ ദൈവഹിതം വെളിപ്പെടണം. അത് മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. എന്നാൽ നമുക്ക് തോന്നിയേക്കാം, ഈ 2.3% ഉള്ളല്ലോ, എന്നിട്ടും ഏതാണ്ട് വലിയ പ്രസ്ഥാനങ്ങളുമായിട്ടൊക്കെ എന്താ തോന്നുന്നറിയാമോ? വളരെ കുറച്ചൊരു വളരെ മൈനോറിറ്റിയാണെന്നേ, വളരെ ന്യൂനപക്ഷമാണ്. ഞാൻ ഏറെ കർത്താവിൽ ബഹുമാനിക്കുന്ന സാജു ജോൺ മാത്യു അവർകൾ, അദ്ദേഹം പറയുന്നത് പോലെ ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ദൈവത്തിൻ്റെ ഉപ്പായി മാറി, ലോകത്തിൻ്റെ വെളിച്ചമായി മാറി. അതുകൊണ്ട് ഇതിൻ്റെ സ്വാധീനം കുറച്ച് കൂടിക്കാണും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഈ ദൈവഹിതം ഭാരതം മനസ്സിലാക്കും. ക്രിസ്ത്യാനിത്വത്തിൻ്റെ അന്തസത്ത ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ ആദരിക്കുന്ന, ഞാൻ സേവിച്ച നീണ്ട വർഷങ്ങൾ ഈ ഭാരതത്തിന് വേണ്ടി അതിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, സുരക്ഷിതത്വത്തിന് വേണ്ടി അധ്വാനിച്ച എനിക്ക് ധൈര്യത്തോടെ പറയുവാൻ പറ്റും, താമസിയാതെ എൻ്റെ ഭാരതം ക്രിസ്ത്യാനിത്വത്തിൻ്റെ അന്തസത്ത മനസ്സിലാക്കും. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ അധ്യായത്തിൻ്റെ അവസാനം 9-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ പത്രോസ്, നമ്മൾ മുമ്പ് പ്രസ്താവിച്ച പത്രോസ്, 8 വർഷം തളർന്നു കിടക്കുന്ന ഒരു ഐനിയസിനെ നോക്കിയിട്ട് പറയുകയാണ്,
യേശു നിന്നെ സൗഖ്യമാക്കും. എന്നെ ശ്രവിക്കുന്നവരെ, ഞാൻ പറയുന്നത് ദൈവവചനമാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ പല ക്രിയകൾ ചെയ്യും. ഈ ദൈവാത്മാവിൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ വചനം ചെല്ലുന്നിടത്തെല്ലാം ദൈവാത്മാവ് വചനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകല പ്രപഞ്ചവും ഉണ്ടായി വന്നത് ശബ്ദം കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഏറ്റെടുത്താൽ മതി. ഈ വചനം കേൾക്കുമ്പോൾ ദൈവം നിങ്ങളെ സൗഖ്യമാക്കട്ടെ. ശ്രദ്ധിക്കണമേ, പത്രോസ് പറഞ്ഞ ഭാഗം വളരെ പ്രസക്തമാണ്. മുടന്തി കിടക്കുന്ന, കാല് വയ്യാതെ കിടക്കുന്ന, തളർന്ന് കിടക്കുന്ന, എഴുന്നേറ്റ് നടക്കുവാൻ വയ്യാത്ത ഐനിയോസിനെ നോക്കിയിട്ട് പറയുകയാണ്, വിശ്വാസത്തോടെ പറയുകയാണ്, യേശു നിന്നെ സൗഖ്യം ആക്കുന്നു. സമയമില്ലല്ലോ. ഭാരതം പോലുള്ള ദേശങ്ങളായിരുന്നെങ്കിൽ പത്രോസിന് നിമിഷ നേരം കൊണ്ട് ഒരാൾ ദൈവമായി മാറാമായിരുന്നു. ലോകത്ത് പല സ്ഥലങ്ങളിലും ഇതുപോലെ വളക്കൂറുള്ള രാജ്യങ്ങളുണ്ട്, പ്രദേശങ്ങളുണ്ട്. പക്ഷേ തൻ്റെ പേരോ തൻ്റെ നാമവും ഒന്നും എടുത്തില്ല. അതിൻ്റെ സ്രോതസ്, ഇദ്ദേഹം സൗഖ്യം പ്രാപിക്കുവാനുള്ള സോഴ്സ്, അദ്ദേഹം പറഞ്ഞു, യേശു നിന്നെ സൗഖ്യമാക്കുന്നു. ഞങ്ങൾ ഈ ടി വിയിൽ കടന്ന് ഞങ്ങളുടെ എന്തെല്ലാം പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു കഥയില്ല. യേശു സൗഖ്യമാക്കണം, യേശു സൗഖ്യമാക്കണം. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ മാത്രം പ്രസംഗിക്കുന്നത്? നെപ്പോളിയൻ ബോണപ്പാർട്ടിനോട് ചോദിച്ചാൽ മതി. അദ്ദേഹം പറയും, അലക്സാണ്ടർ റോമ സാമ്രാജ്യത്തെ പിടിച്ചടക്കി. റോമ സാമ്രാജ്യത്തിൻ്റെ അധിപന്മാരായിരുന്ന സീസർ, അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ബോണപ്പാർട്ട് പറയും, എന്നെ പോലെയുള്ളവർ സൈന്യ ബലത്താൽ ഞങ്ങൾ ലോകത്തെ കീഴടക്കുവാൻ നോക്കുമ്പോൾ സ്നേഹം കൊണ്ട് ഈ ലോകത്തെ കീഴടക്കിയ ഒരു വ്യക്തി അത്ര യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു. ആ യേശു ക്രിസ്തു നിങ്ങളെ സൗഖ്യമാക്കുന്നു. അതുകൊണ്ട് തീർന്നില്ല. ബോണപ്പാർട്ട് പറയുകയാണ്, അത്ര ഈശ്വരവിശ്വാസി ഒന്നുമല്ലായിരുന്നു ബോണപ്പാർട്ട്. ഫ്രഞ്ച് ചരിത്രം പഠിച്ചാൽ മതി. അദ്ദേഹം പറയുന്നത്, ദശലക്ഷക്കണക്കിന് ജനങ്ങൾ ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തയ്യാറായി നിൽക്കുന്നു. നിങ്ങൾ ഭീകരവാദമൊന്നുമല്ല കേട്ടോ, ഭീകരവാദമൊന്നുമില്ല. എൻ്റെ മിഷൻ ചലഞ്ചിലേക്ക് വരുമ്പോൾ ഞാൻ പറയാം, ഞങ്ങൾ അവിടെ ഫേസ് ചെയ്ത പ്രശ്നങ്ങളൊക്കെ ഞാൻ പറയാം. ഇപ്പോഴത് പറയുന്നില്ല. ഞങ്ങൾ പറയുന്നു, യേശു സ്നേഹിക്കുന്ന ദൈവമാ, ആ യേശു സൗഖ്യമാക്കുന്ന ദൈവമാ. അത് ആ ഭാഗം 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്നു, ഇന്നും അത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അടുത്തത്, ഇത് മുടന്തായിരുന്നു, അല്ലെങ്കിൽ തളർവാദം പിടിച്ച് കിടക്കുകയായിരുന്നു. അടുത്തത് തബീഥ, ഒരു കുട്ടി മരിച്ചുപോയി. പത്രോസ് അവിടെ വന്നു എന്നറിഞ്ഞുകൊണ്ട്, പത്രോസ് ഞങ്ങളുടെ ഭവനം വരെ ഒന്ന് വരണം, ഞങ്ങളുടെ ഗ്രാമത്തിലൊന്ന് വരണം. യേശു നിന്നെ ജീവൻ തരുന്നു എന്ന് വേണമെങ്കിൽ പറഞ്ഞ് എഴുന്നേൽപ്പിക്കാമായിരുന്നു. ഒരാത്മസാന്നിധ്യം അവിടെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വചനം പഠിപ്പിക്കുന്നത്, പത്രോസ് അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പ്രശ്നത്തിൻ്റെ ഉയരം കൂടുമ്പോൾ നമ്മുടെ പൊക്കം ഒന്ന് കുറയണം. എനിക്ക് ഈ ഹൈറ്റ് കുറഞ്ഞതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ചെല്ലാൻ പറ്റുന്ന എല്ലായിടത്തും ദൈവം കൊണ്ടുപോയി. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ഹൈറ്റ് കൊണ്ട് പോകാൻ പറ്റത്തില്ലെന്നേ, പക്ഷേ ദൈവം കൊണ്ടുപോയി. എയർഫോഴ്സിന് തെറ്റിയതാണോ എന്ന് എനിക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഫൈറ്റർ പൈലറ്റിൻ്റെ എല്ലാ ടെസ്റ്റും ക്ലിയറായി, എല്ലാം മെഡിക്കൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന SSB എല്ലാം ക്ലിയറായി. ഫൈനലി ചെന്ന് ചെയ്യുന്നപ്പോൾ പൈലറ്റ് ആണെങ്കിൽ കാലിൻ്റെ നീളം 99 സെൻറ്റിമീറ്റർ വേണം. എനിക്ക് 97 ഉള്ളൂ. വലിച്ചു നീട്ടാൻ പറ്റുമോ? പക്ഷേ അതേ സ്ഥാനത്ത് ദൈവം എന്നെ ഒരു ഓഫീസറാക്കി. മനസ്സിലാക്കണം, എന്നെ ഒരു ഓഫീസറാക്കി. അത്രയും ഞാൻ പറഞ്ഞ ഭാഗം പിടിക്കുകയാണ്. ഞാൻ പറഞ്ഞത്, നമ്മുടെ പ്രശ്നത്തിൻ്റെ ഉയരം കൂടുമ്പോൾ, എന്നെ അറിയാവുന്ന ദൈവദാസന്മാരാണ്, മോൻസി പാസ്റ്ററും ബാലാജി പാസ്റ്ററും ഒക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. എൻ്റെ ഭാര്യ സഹോദരി ജോയ്സ്, അവൾ പ്രത്യേകം പറഞ്ഞു, എൻ്റെ അവസ്ഥയൊന്നും പറയരുത് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനത് തുറന്ന് പറയുന്നില്ല. മിഷൻ ചലഞ്ചിൽ സമയമുണ്ടെങ്കിൽ ഞാനത് എടുക്കാം. എനിക്കറിയാം എൻ്റെ സമയം തീർന്നു. നമുക്ക് നമ്മുടെ പൊക്കം കുറയ്ക്കാം, മുട്ടുകുത്താം. മുട്ടുകുത്തേണ്ടടുത്ത് മുട്ടുകുത്താം. 2, നെടുമ്പാട് വീണാൽ മതി. പ്രശ്നം പരിഹരിക്കുവാൻ പറ്റാത്ത പ്രശ്നമാണോ? അവൻ്റെ മുമ്പിൽ നെടുമ്പാട് വീണാൽ മതി. പരിഹരിക്കുവാൻ പറ്റാത്ത ഒരു പ്രശ്നവുമില്ല. പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്നൊരു അഷ്വറൻസ് വാങ്ങിച്ചിട്ട്, യേശുക്രിസ്തുവിനെ അറിയത്തില്ലെന്നൊക്കെ തള്ളി പറഞ്ഞ പത്രോസ് അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, തബീഥയെ. ഞാനീ ഹാർവസ്റ്റ് TVയുടെയും ഫേസ്ബുക്ക് യൂട്യൂബ് ലൈവിൽ നിന്ന് പറയുന്നത് പോലെ അല്ല കേട്ടോ. കരയുന്ന ഒരു പറ്റം കൂട്ടത്തിൻ്റെ മുമ്പിൽ, ഒരു ചത്തു കിടക്കുന്ന കൊച്ചിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുകയാണ്, തബീഥയെ എഴുന്നേൽക്ക, യേശുവിൻ്റെ നാമത്തിൽ. എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, യോപ്പയിൽ
എന്ന് പറഞ്ഞാൽ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ ടെൽ അവീവ് എന്നടിക്കണം കേട്ടോ, അല്ലെ വേറെ പേരൊക്കെ അടിച്ചു നോക്കിയാൽ മതി. ഇതൊക്കെ 2000 വർഷങ്ങൾക്ക് മുമ്പുള്ളത്, ഇപ്പോഴും ആ സ്ഥലമൊക്കെ അവിടെ അങ്ങനെ തന്നെയുണ്ട്. ഇത് യോപ്പയിലെങ്ങും പ്രസിദ്ധമായി. എങ്ങനെ പ്രസിദ്ധമാകാതിരിക്കും? മരിച്ചു കിടക്കുന്ന ഒരു ഡെഡ് ബോഡിയിൽ വലിയ വിദ്യാഭ്യാസമില്ലാത്ത ഒരുവൻ വന്നിട്ട് എഴുന്നേൽക്കാൻ പറയുമ്പോൾ ഡെഡ് ബോഡി ചാടി എഴുന്നേൽക്കുന്നു. എങ്ങനെ പ്രസിദ്ധമാകാതിരിക്കും? ഞങ്ങളുടെ വായടയ്ക്കാം, പക്ഷേ ഈ സന്ദേശം അടയ്ക്കുവാൻ പറ്റുകയില്ല. അനേകർ വിശ്വസിച്ചു. അടുത്ത ഭാഗമാണ് 10-ാം അധ്യായം തുടങ്ങുന്നത് ഭക്തിയുള്ള ഒരു പട്ടാളക്കാരനെ കുറിച്ചാണ്, ഒരു സെഞ്ചൂറിയൻ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സെഞ്ചൂറിയൻ ഇന്നത്തെ അവസ്ഥയിൽ സ്ക്വാഡ്രൺ ലീഡറോ വിംഗ് കമാൻഡറോ ഒക്കെ ആയിരിക്കാം, എനിക്കറിയത്തില്ല. അദ്ദേഹം ആവുന്ന പണിയെല്ലാം ശ്രമിച്ചു. നല്ല ഭക്തനായിരുന്നു. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞാൽ ആ ഭാഗങ്ങൾ വായിക്കണം. എന്നെ കേൾക്കുന്ന ദൈവമക്കൾക്ക് ആ വചനമൊക്കെ നല്ലപോലെ ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. ഭക്തിമാർഗം, കർമ്മമാർഗം, ജ്ഞാനമാർഗം, ഒരു റോമൻ സൈന്യാധിപൻ എന്നുള്ള രീതിയിൽ ഇതെല്ലാം താൻ ചെയ്തു. തെറ്റല്ല. ഒരു ദൈവദൂതൻ തനിക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, നിന്റെ പ്രാർത്ഥന സ്വർഗം കേട്ടു. വിശ്വാസിയല്ല കേട്ടോ, പെന്തിക്കോസുകാരനല്ല കേട്ടോ, തെറ്റിദ്ധരിക്കണ്ട, ക്രിസ്ത്യാനി പോലും അല്ലെന്നേ. ദൈവഭക്തനായിരുന്നു. അദ്ദേഹത്തിന് വെളിപ്പാട് കിട്ടിയതനുസരിച്ചുള്ള ദൈവഭക്തിയിൽ താൻ ജീവിച്ചു. ഈ ഏകസത്യ ദൈവത്തെ മനസ്സിലാക്കണമെന്ന് ഭക്തിമാർഗവും കർമ്മമാർഗവും ജ്ഞാനമാർഗവും ചെയ്യാവുന്നതെല്ലാം ചെയ്തു നോക്കി. ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ഇന്ന് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിലും ഈ വചനമായിരിക്കാം, ഞങ്ങളുടെ ശബ്ദമായിരിക്കാം, നല്ല ശബ്ദമായിരിക്കത്തില്ല, പക്ഷേ ഇത് നിങ്ങളുടെ മുറിക്കകത്ത് നിങ്ങളുടെ മുൻപിൽ വരുന്നത് ഈ യേശു, രക്ഷിക്കുന്ന യേശു, അത് സത്യമായി നിങ്ങളുടെ മുൻപിൽ ഈ വചനങ്ങൾ എത്തുകയാണ്. ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, യോപ്പയിൽ കടൽ തീരത്ത് തോൽക്കൊല്ലനായ ശിമോന്റെ, വളരെ കറക്റ്റായിട്ട് അഡ്രസ്സ്, അവൻ്റെ വീട്ടിൽ ചെല്ലുക. ശിമോൻ അവൻ്റെ വീട്, പക്ഷേ വേറൊരു ശിമോനുണ്ട്, അവൻ്റെ പേര് പത്രോസ്. ശിമോൻ എന്ന പത്രോസ്. അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വരിക, ബാക്കി കാര്യം അദ്ദേഹം. അപ്പോൾ ഞാനൊന്ന് ചോദിച്ചോളട്ടെ, ദൈവദൂതനല്ലേ പ്രത്യക്ഷപ്പെട്ടത്? ദൈവദൂതൻ ഇതങ്ങ് പറഞ്ഞുകൊടുവേ? അവൻ അറിയേണ്ട സംശയമെല്ലാം തീർത്തു കൊടുക്കുവാൻ കഴിവുള്ളതല്ലേ? അല്ലെന്നേ. ഒരു രാജ്യത്ത് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കേണ്ടത് അവർ തന്നെയാണ്. കേരളത്തിൽ സുവിശേഷം പറയേണ്ടത് പച്ച മലയാളികളായ നമ്മൾ തന്നെയാണ്. ഹിന്ദി അറിയാമെന്നുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യക്ക് പോകണം, സുവിശേഷം പറയണം. അതിനുള്ള സ്വാതന്ത്ര്യമെങ്കിലും നമുക്ക് വേണ്ടേ? ദൈവദൂതന് സംസാരിക്കുവാൻ പറ്റും, പക്ഷേ രക്ഷയെക്കുറിച്ചുള്ള മാർഗം മനുഷ്യനോട് തന്നെ പറയണം. അത് ദൈവത്തിൻ്റെ മാർഗമാണ്, അത് ദൈവത്തിൻ്റെ നിയമമാണ്. അതുകൊണ്ട് തന്നെയല്ലേ ദൈവമായിരുന്നവൻ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനമായിരുന്ന് എല്ലാവരും രക്ഷിക്കപ്പെടട്ടെ എന്നൊരു വാക്കല്ല, വചനം ദേഹരൂപമായി ജഡാവതാരമായി ജഡം എടുത്തുകൊണ്ട് ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ചു. നമ്മെ പോലെ ഈ ഭൂമിയിൽ ജീവിച്ചു. സുവിശേഷം ദൈവമാരാണെന്ന് മനസ്സിലാക്കി കൊടുത്തു. അതുകൊണ്ട് ദൈവം മനുഷ്യപുത്രനായി ഭൂമിയിൽ വന്ന് സുവിശേഷം അറിയിച്ചതുപോലെ എന്താണ് യേശു കർത്താവ് പറഞ്ഞത്? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുക. അപ്പോൾ മനുഷ്യനോട് സുവിശേഷം പറയണം. നിങ്ങളുടെ സ്നേഹിതരാകാം, നിങ്ങളുടെ ഓഫീസിൽ കൂടെ ജോലി ചെയ്യുന്നവരാകാം, അയലത്തുകാരാകാം, മറ്റൊരു രാജ്യമാകാം, എവിടെയും ആയിക്കൊള്ളട്ടെ, ദൈവഹിതം മനസ്സിലാക്കി കടന്നു പോകേണ്ടടുത്ത് മറ്റുള്ളവരോട് യേശുവിനെ കുറിച്ച് പറയുക. പത്രോസ് അതേസമയം ദൈവം ഒരു ദർശനം പത്രോസിന് കൊടുക്കുകയാണ്. എന്ത്? തൻ്റെ ദർശനം കണ്ടു. ആകാശത്ത് നിന്ന്, ആ മലയാള ഭാഷയിൽ കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാക്കുന്ന ഭാഷയിൽ പറയട്ടെ, ഈ ബെഡ്ഷീറ്റിലൊക്കെ കെട്ടി ഇറക്കുന്നത് പോലെ ഏതാണ്ട് മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നു. തനിക്ക് നല്ല വിശപ്പുണ്ട്. താൻ നോക്കിയപ്പോൾ ഒരു ശബ്ദം കൂടെ കേട്ടു, പത്രോസേ, എൻ്റെ ഭാഷയാണ്, പത്രോസേ, ഇതിനെ വെട്ടി യാഗം കഴിച്ച് നീ ഭക്ഷിച്ചു കൊള്ളുക, ഇതിനെ യാഗമർപ്പിച്ച് ഭക്ഷിച്ചു കൊള്ളുക. അതിൻ്റെ അകത്ത് കിടക്കുന്നത് നാൽക്കാലി, ഇഴജാതി, പറവ, പല ആത്മീയ അവസ്ഥയിലുള്ളവരെ ഇത് കാണിക്കുന്നു. സമയമില്ലല്ലോ, ഞാൻ ഓടിച്ചു നിർത്താം. അദ്ദേഹം പറയുന്നത്, കർത്താവെ, ഒരിക്കലും പാടില്ല. ലേവ്യ നിയമവും മോശയിക ന്യായപ്രമാണവും കൊണ്ട് നടക്കുന്ന എനിക്ക് ഇതൊന്നും യാഗമർപ്പിക്കുവാനോ ഭക്ഷിക്കുവാനുള്ള വ്യവസ്ഥയില്ല. അന്നേരം ദൈവം കൊടുത്ത ഉത്തരമാണ് നമ്മൾ ആദ്യമായി വായിച്ചത്. ദൈവം ശുദ്ധീകരിച്ചതിനെ
നീ മലിനമെന്ന് വിചാരിക്കരുത്. അപ്പോൾ ഇത് കേട്ട് പത്രോസ് ശതാധിപൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഏകദേശം 100-120 കിലോമീറ്റർ താൻ യാത്ര ചെയ്ത് കൈസരിയിൽ ചെല്ലുന്നു. 10-ാം അധ്യായത്തിൽ കാണുന്നത് ശതാധിപൻ ഇതാ പത്രോസിൻ്റെ കാൽക്കൽ വീഴുകയാണ്. വലിയ വിദ്യാഭ്യാസമില്ലാത്ത, മനസ്സിലാക്കണമേ, റോമൻ സൈന്യാധിപനായ ഒരുവൻ, എന്താണെന്നറിയാമോ, ദൈവഹിതം മനസ്സിലാക്കിയ ഒരുവൻ, ദൈവത്തിൻ്റെ ശബ്ദം കേട്ട ഒരുവൻ, യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ അധികാരം മാറ്റിവെച്ചിട്ട്, തൻ്റെ അധികാരത്തിൻ്റെ തൊപ്പിയും എല്ലാം മാറ്റിവെച്ചിട്ട് നെടുമ്പാട് വീണ് പറയുകയാണ്. അവിടെയും പത്രോസ് പറയുന്നത്, ഞാനൊരു മനുഷ്യനാ, പച്ച മനുഷ്യനാ. 8, 9, 10 അധ്യായങ്ങൾ ഞാൻ വായിക്കുന്നില്ല. 8-ാം അധ്യായത്തിൽ ആഫ്രിക്കക്കാരനായ ഒരുവൻ്റെ മാനസാന്തരം. അവൻ യേശുവിനെ രക്ഷിതാവായി ഏറ്റെടുത്തു, സ്നാനപ്പെട്ടു. രാഷ്ട്രീയ എത്യോപ്യ രാജ്ഞിയുടെ ഫൈനാൻസ് മിനിസ്റ്റർ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാം. അടുത്തതായി 9-ാം അധ്യായത്തിൽ യഹൂദ ജനത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന, ഇസ്രായേലിനെ പ്രതിനിധീകരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ഏഷ്യ രാജ്യത്തെ ഉൾപ്പെട്ട് അതിനെ പ്രതിനിധീകരിക്കുന്ന പൗലോസിൻ്റെ മാനസാന്തരം 9-ാം അധ്യായത്തിൽ. എന്നാൽ ഇതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായി 10-ാം അധ്യായത്തിൽ കടന്നു വരുന്ന കൊർന്നല്യോസ് ഏഷ്യക്കാരനല്ല, ആഫ്രിക്കക്കാരനല്ല, ഏതാണ്ട് ആര്യൻ ബ്ലഡ് എന്നൊക്കെ പറഞ്ഞ് തിളയ്ക്കുന്ന യൂറോപ്പുകാരനാണ്. ഇത് ഒരു മീൻപിടുത്തക്കാരൻ്റെ മുമ്പിൽ കവർന്ന് വീണ് കിടക്കുന്നത്. ഇതിൻ്റെ ചരിത്രം പറയുവാൻ സമയമില്ല. നോഹ, വെള്ളപ്പൊക്കം വന്ന് എല്ലാവരും മരിച്ചു. ഷേം, ഹാം, യാഫെത്ത്, ഈ 3-ൽ നിന്നുണ്ടായ വംശപാരമ്പര്യം എന്നവർ പറയുന്നു. 8, 9, 10 എൻ്റെ ഭാഗം അതല്ലെങ്കിലും ഷേത്ത്, ഷേം, ഹാം, ജാഫെത്ത്, ഈ 3 പേരും ആ വർഗത്തിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ടുണ്ടായ, മനസ്സിലാക്കണം, അത്ര ചെറിയ കാര്യമല്ല പത്രോസ് അവരോട് പറയുന്നത്. നീ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരിക്കാം, യൂറോപ്യനായിരിക്കാം, വെളുത്തവനായിരിക്കാം, പക്ഷേ എൻ്റെ വ്യവസ്ഥ നിന്നോടുകൂടെ സഹകരിക്കുവാൻ അനുവദിക്കുന്നില്ല. കാരണം എന്താണെന്നറിയാമോ, താങ്കൾ ജോലിയിൽ കുറഞ്ഞ ആളായിട്ടോ ജാതിയിൽ കുറഞ്ഞ ആളായിട്ടോ അല്ല, ഞങ്ങൾ ആരാധിക്കുന്നത് ഏകസത്യ ദൈവത്തെയാണ്. ആ ഏകസത്യ ദൈവത്തെ ഒഴിച്ച് ബാക്കി ഈ ലോകത്തിലുള്ള എന്തിനെ ആരാധിച്ചാലും ഞങ്ങൾക്ക് സംസർഗം കഴിക്കുവാനുള്ള വ്യവസ്ഥയില്ല. അതുകൊണ്ടാണ്, അങ്ങനെയുള്ള കാഴ്ചപ്പാടാണ് ദൈവം മാറ്റിയെടുത്തത്. ദൈവം ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് പറയരുത് എന്ന് പറഞ്ഞാൽ, ലേവ്യ പുസ്തകവും മോശയിക ന്യായപ്രമാണവും എഴുതി മോശയുടെ കയ്യിൽ കൊടുത്തത് യഹോവയായ ദൈവമാണെങ്കിൽ ആ വ്യവസ്ഥ എഴുതി മാറ്റിവെച്ചിട്ട് യഹോവയായ ദൈവം പറയുകയാണ്, ദൈവം സകലത്തിനെയും ശുദ്ധീകരിച്ചിരിക്കുന്നു. എങ്ങനെ? പെസഹ കുഞ്ഞാടിനാൽ അവർക്ക് നീതീകരണം വന്നിരുന്നുവെങ്കിൽ, അല്ല, അവർക്ക് ശുദ്ധീകരണം വന്നിരുന്നുവെങ്കിൽ, ഇതാ അറുക്കപ്പെട്ട യേശു ക്രിസ്തു, നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടുവല്ലോ. ആ യേശുവിൻ്റെ രക്തത്താൽ ഏഷ്യക്കാരായിക്കൊള്ളട്ടെ, ആഫ്രിക്കക്കാരായിക്കൊള്ളട്ടെ, യൂറോപ്പുകാരായിക്കോട്ടെ, കറുത്തവരായിക്കോട്ടെ, വെളുത്തവരായിക്കോട്ടെ, ഉന്നത ജാതരോ താഴ്ന്ന ജാതരോ ആരുമായിക്കൊള്ളട്ടെ, ദൈവം ശുദ്ധീകരിച്ചതിനെ മനുഷ്യൻ മലിനം എന്ന് വിചാരിക്കരുത്. എൻ്റെ വാക്കുകളെ ഞാനിവിടെ നിർത്തുകയാണ്. ഒരു നിമിഷം, ദൈവം ശുദ്ധീകരിച്ചതിനെ മനുഷ്യൻ മലിനമെന്ന് പറയരുത്. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലായ ഒരു കുഞ്ഞ്, അവൻ ശുദ്ധീകരിക്കപ്പെട്ടതാണ്. അതാണ് ദൈവഹിതം, അതാണ് സീറോയിൻ. എന്നെ ശ്രവിക്കുന്ന ആരെങ്കിലും ഈ രക്ഷയുടെ അവസ്ഥയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ, ഈ വചനങ്ങളാൽ ആ കൃപയിലേക്കും ആ ദൈവഹിതത്തിലേക്കും ആ സീറോയിങ്ങിലേക്കും നടത്തുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സമയം അനുവദിച്ച ദൈവദാസനുള്ള നന്ദി അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം കർത്തൃദാസനിലൂടെ ദൈവം നമുക്ക് നൽകിയല്ലോ. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്തൃദാസന് ആമേൻ ഹൃദയംഗമായ നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ ഹിതം എന്ന ആമേൻ ആ ചിന്തയുമായി ബന്ധപ്പെട്ട് കർത്തൃദാസൻ എത്ര ആഴത്തിൽ തിരുവചനം നമ്മോട് സംസാരിച്ചു. എല്ലാവർക്കും വചനധ്യാനം വളരെ അനുഗ്രഹമായിരുന്നു. തുടർന്ന് നാം വീണ്ടും ദൈവവചനം കേൾക്കാൻ പോകുന്നു. അതിനു മുമ്പ് വീണ്ടും ഒരു പാട്ട് കൂടെ പാടി ആമേൻ നാം